റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ 20 ലക്ഷം പേർ കൊല്ലപ്പെട്ടതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നു. ന്യൂയോർക്ക് പോസ്റ്റിന് അനുവദിച്ച അഭിമുഖത്തിലാണ് ഇത്തരമൊരു വെളിപ്പെടുത്തൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഏത് ഡേറ്റയിൽ നിന്നാണ് ട്രംപ് കൃത്യമായ കണക്ക് ശേഖരിച്ചത് എന്ന് വ്യക്തമായിട്ടില്ലെങ്കിലും പ്രമുഖ റഷ്യൻ മാധ്യമമായ റഷ്യ ടുഡേയും ട്രംപിന്റെ ഈ വെളിപ്പെടുത്തൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. യുദ്ധത്തിൽ യുക്രൈന്റെ നഷ്ടങ്ങളെക്കുറിച്ച് പാശ്ചാത്യ മാധ്യമങ്ങൾ തെറ്റായ വിവരങ്ങളാണ് പുറത്തുവിടുന്നതെന്നാണ് റഷ്യയുടെ ആരോപണം ശരിവെക്കുന്ന തരത്തിലുള്ളതാണ് ട്രംപിന്റെ ഈ വിലയിരുത്തൽ. റഷ്യയുടെ നഷ്ടത്തിന്റെ എത്രയോ മടങ്ങ് കൂടുതൽ യുദ്ധത്തിൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് യുക്രൈൻ ആണെന്നാണ് പറയാതെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസിനൊപ്പമാണ് അദ്ദേഹം ഈ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നതെന്നാണ് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. യുക്രൈൻ സംഘർഷത്തെക്കുറിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഫോണിൽ ചർച്ച ചെയ്തതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതായും ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ട്രംപിന്റെ ഈ വെളിപ്പെടുത്തലിൽ റഷ്യ ഇതുവരെയും തന്നെ പ്രതികരിച്ചിട്ടില്ല. യുക്രൈൻ സംഘർഷം വേഗത്തിൽ അവസാനിപ്പിക്കുമെന്നാണ് ആവർത്തിച്ച് പ്രതിജ്ഞയെടുത്തിട്ടുള്ള ട്രംപ് ഫെബ്രുവരി 7-ന് എയർഫോഴ്സ് വണ്ണിൽ വെച്ച് നൽകിയ അഭിമുഖത്തിനിടയിലാണ് ഈ പരാമർശങ്ങൾ മുഴുവനും നടത്തിയിട്ടുള്ളത്. ട്രംപുമായുള്ള അഭിമുഖത്തിൽ നിന്ന് ലഭിച്ച പുടിനുമായുള്ള ഫോൺ കോളിന്റെ ഒരു വിവരവും മാധ്യമം പങ്കുവച്ചിട്ടുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി എത്ര തവണ ആശയവിനിമയം നടത്തി എന്ന ചോദ്യത്തിനും ഡൊണാൾഡ് ട്രംപ് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ ഇതുവരെയായും തയ്യാറായിട്ടില്ല. എന്നാൽ യുക്രൈനുമായുള്ള ശത്രുത അവസാനിപ്പിക്കാൻ പുടിൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ട്രംപ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ചെറുപ്പക്കാരും കുട്ടികളും അടങ്ങുന്ന ആളുകൾ അർത്ഥശൂന്യമായി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇത് അവസാനിപ്പിക്കാൻ ട്രംപിന് ആഗ്രഹമുണ്ടായതായും ട്രംപ് പറയുന്നു. യുക്രൈൻ പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യുന്നതിന് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്താനുള്ള ആഗ്രഹം ഡൊണാൾഡ് ട്രംപ് മുമ്പും പലതവണ അറിയിച്ചിട്ടുണ്ട്. ചർച്ചകൾക്ക് തയ്യാറാണെന്ന് പുടിൻ മറുപടി പറയുകയും ചെയ്തു. ട്രംപ് അധികാരമേറ്റതിനു ശേഷം അമേരിക്കയുമായുള്ള ഇടപെടൽ വർദ്ധിച്ചതായി ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവയും അഭിപ്രായപ്പെട്ടു. ഇരു രാജ്യങ്ങളിലെയും ചില വകുപ്പുകൾ തമ്മിൽ ബന്ധമുണ്ടെന്നാണ് ഇപ്പോൾ നൽകുന്ന നിർദ്ദേശം. പുടിനുമായി തനിക്ക് എപ്പോഴും നല്ല ബന്ധമുണ്ടെന്നും 2022-ൽ താൻ പ്രസിഡന്റ് ആയിരുന്നുവെങ്കിൽ യുക്രൈൻ സംഘർഷം പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. ശത്രുത രൂക്ഷമാകാൻ അനുവദിച്ചതിന് ട്രംപ് തന്റെ മുൻഗാമിയായ ജോ ബൈഡനെ വളരെയധികം വിമർശിക്കുകയും ചെയ്തു. ട്രംപ് തന്റെ സമാധാന പദ്ധതി പരസ്യമായി വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും നിലവിലെ സംഘർഷം മരവിപ്പിക്കുക, യൂറോപ്യൻ സൈനികർ പെട്രോളിംഗ് നടത്തുന്ന ഒരു സൈനികവൽക്കരിക്കപ്പെട്ട മേഖല സ്ഥാപിക്കുക, യുക്രൈനെ നാറ്റോയിൽ ചേരുന്നതിൽ നിന്ന് വിലക്കുക എന്നീ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്നാൽ ട്രംപിന്റെ ഈ നിർദ്ദേശം റഷ്യ പൂർണ്ണമായും തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. യുക്രൈനിലെ സംഘർഷം മരവിപ്പിക്കുന്നതിൽ താല്പര്യമില്ലെന്നാണ് റഷ്യ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്ന നിലപാട്. പകരം നിരവധി പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കൂടുതൽ സമഗ്രമായ ഒരു ഒത്തുതീർപ്പിനാണ് റഷ്യ ശ്രമിക്കുന്നത്. റഷ്യയുടെ നയതന്ത്രത്തിന് കീഴിലുള്ള പ്രദേശങ്ങളെ അംഗീകരിക്കുക, സ്ഥിരമായ നിക്ഷേപത്തിലേക്ക്, സൈനികവൽക്കരണത്തിലേക്കും ഡിനാസിഫിക്കേഷനിലേക്കും യുക്രൈൻ പോവുക എന്നതാണ് റഷ്യ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം. അതിന് യുക്രൈൻ തയ്യാറായില്ലെങ്കിൽ പൂർണ്ണമായും ആ രാജ്യം തന്നെ പിടിച്ചെടുക്കാനാണ് റഷ്യ ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത്. യുക്രൈന്റെ നട്ടലായ ഡോൺബോസിലെ പ്രധാന നഗരമായ ഡിസർഷെയ്സ്കിന്റെ നിയന്ത്രണവും റഷ്യ പൂർണ്ണമായും പിടിച്ചെടുത്തു കഴിഞ്ഞു. സംഘർഷത്തിന്റെ ആദ്യഘട്ടങ്ങൾ മുതൽ യുക്രൈൻ സൈന്യം ഇവിടെ കേന്ദ്രീകരിച്ചാണ് മൈനുകളും കൂമ്പാരങ്ങളും ശക്തിപ്പെടുത്തിയിരിക്കുന്നത്. 5 മാസത്തെ ഡിസർഷിൻസ്ക് യുദ്ധത്തെക്കുറിച്ചുള്ള സ്ഥിരവിവരണ കണക്കുകളും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. 8 ബ്രിഗേഡുകളും വിദേശ കൂലിപ്പടയാളികളും ഉൾപ്പെടെ 40,000-ഓളം സൈനികരെയാണ് യുക്രൈൻ ഈ നഗരം പ്രതിരോധിക്കാൻ രംഗത്തിറക്കിയിരിക്കുന്നത്. റഷ്യൻ സൈന്യം അത് വ്യക്തമാക്കുകയും ചെയ്തു. ഏറ്റവും ശക്തരും കടുത്ത ദേശീയവാദികളുമായ യൂണിറ്റുകളും ഈ സേനയിൽ ഉൾപ്പെട്ടിരിക്കുന്നുവെന്നും റഷ്യൻ സൈനിക കേന്ദ്രങ്ങൾ വെളിപ്പെടുത്തി. റഷ്യയുടെ കണക്കനുസരിച്ച് പ്രദേശത്ത് നിലയുറപ്പിച്ച യുക്രൈൻ സൈനികർക്ക് അവരുടെ ഉദ്യോഗസ്ഥരിൽ ഏകദേശം 70% അല്ലെങ്കിൽ 26,000-ത്തിലധികം സൈനികരെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പ്രതിദിനം ശരാശരി 200 സൈനികർ എന്ന തോതിൽ മരണമടയുന്നു. യുദ്ധത്തിൽ 240-ലധികം യുക്രൈൻ ടാങ്കുകളും കവചിത വാഹനങ്ങളും 340-ലധികം പീരങ്കികളും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പ്രദേശത്ത് മാത്രം ആയിരക്കണക്കിന് യുക്രൈൻ സൈനികരെ റഷ്യൻ സൈന്യം ബന്ദികളാക്കുകയും മാറ്റി. ഡിസർഷിൻസ്ക് പിടിച്ചെടുത്തത് യുദ്ധമുഖത്തെ റഷ്യൻ സേനയ്ക്ക് കാര്യങ്ങൾ എളുപ്പമാക്കിയിട്ടുണ്ട്. ഇത് യുക്രൈനിലേക്കുള്ള പ്രധാന നഗരത്തിന്റെ വഴി തുറക്കുകയും DPRന്റെ വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ക്രെമന്റോസ്കിൻ നഗരത്തിന് സമീപം കേന്ദ്രീകരിച്ചായിരുന്നു യുക്രൈനിയൻ സേനയുടെ തുരത്താൻ റഷ്യ സൈന്യത്തെ സഹായിക്കുകയും ചെയ്തിരുന്നത്. ഇതുപോലെ പല ഭാഗത്തു നിന്നായി യുക്രൈനെ വളഞ്ഞിരിക്കുകയാണ് റഷ്യൻ സൈന്യം. ഈ പോക്ക് പോയാൽ 3 മാസത്തിനുള്ളിൽ യുക്രൈനിലെ പ്രത്യേക സൈനിക നടപടി പൂർത്തിയാകുമെന്നാണ് റഷ്യ പ്രതിരോധ മന്ത്രാലയം പറയുന്നത്. മാരക പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ പ്രയോഗിക്കാതെ തന്നെ റഷ്യക്ക് യുക്രൈനെ കീഴടക്കാൻ സാധിക്കുന്നത് റഷ്യൻ സൈന്യത്തെ സംബന്ധിച്ചും മുന്നോട്ടുള്ള പ്രയാണത്തിലും വളരെ വലിയ ആത്മവിശ്വാസം നൽകുമെന്നതും പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഉന്നതർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ട്രംപ് സമവായത്തിന് ശ്രമിക്കുന്നതിന് പിന്നാലെ കാരണങ്ങളും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം സമാധാനത്തിന് വേണ്ടിയുള്ള നോബൽ സമ്മാനമൊന്നുമല്ലെന്നും അമേരിക്കൻ ആയുധ കലവറ ശൂന്യമായി തുടങ്ങിയതുമെന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത്.
ഇസ്രായേലിനെയും യുക്രൈനെയും സഹായിച്ചതാണ് ഇത്തരമൊരു അവസ്ഥയിലേക്ക് അമേരിക്ക എത്തിച്ചേരാൻ കാരണം. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ട്രംപ് തന്നെ ഇക്കാര്യം പരസ്യമായി വെളിപ്പെടുത്തിയിരിക്കുകയും ചെയ്തു. ഇസ്രായേലിനെ ചേർത്ത് നിർത്തുക, യുക്രൈനെ കൈവിടുക എന്ന നയം ട്രംപ് സ്വീകരിക്കാൻ കാരണവും ആയുധങ്ങളുടെ ഈ ദൗർബല്യമാണ്. പുതിയ കാലത്ത് ഒരു യുദ്ധം ജയിക്കുക അമേരിക്കയ്ക്ക് എളുപ്പമുള്ള കാര്യമല്ലെന്ന് ട്രംപിന്റെ വലങ്കൈയായ ഇലോൺ മസ്ക് തന്നെ തുറന്നു പറയുന്നു. പുതിയ സൈനിക കരാർ പ്രകാരം ഉത്തര കൊറിയയെ ഏത് രാജ്യം ആക്രമിച്ചാലും സൈനികമായി റഷ്യയും ഇടപെടും എന്നതും ഉത്തര കൊറിയയുടെ പവർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ പവർ ശ്രേണിയിലേക്ക് ഇറാൻ കൂടി കടന്നു വന്നാൽ പോകുന്ന സാഹചര്യത്തിലേക്ക് അമേരിക്ക മാത്രമല്ല നാറ്റോ സഖ്യം തന്നെ വൻ ഭീഷണിയിലാകും നേരിടേണ്ടി വരിക. ട്രംപ് അധികാരത്തിൽ വന്ന ഉടനെ തന്നെ നടത്തിയ പ്രഖ്യാപനങ്ങൾ ഇതിനകം തന്നെ അമേരിക്കൻ ചേരിയിലുള്ള രാജ്യങ്ങളെ പോലും അമേരിക്കയ്ക്ക് എതിരാക്കാനുള്ള സാധ്യത ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ അപ്പുറത്താകട്ടെ റഷ്യയും ഉത്തര കൊറിയയും ഇന്ത്യയും ഇറാനും ശക്തി കേന്ദ്രീകരിച്ചു വരികയാണ്. ഈ സാഹചര്യത്തിൽ ഗാസ പിടിച്ചെടുക്കാൻ അമേരിക്കയും ഇസ്രായേലും ശ്രമിച്ചാൽ അത് വലിയ യുദ്ധത്തിലായിരിക്കും കലാശിക്കുക.